സെക്രട്ടേറിയറ്റിനു മുന്നിൽ തലമുണ്ഡനം ചെയ്തുള്ള ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയാണ് വേണ്ടതെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം. ബിജെപിയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അജീഷ്, ഇന്നത്തെ ഈ സമരത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റ് വരാനുള്ള കാരണം? ഒപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി. അദ്ദേഹമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ആശമാർ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ നടത്തിയ തലം മുടിമുറിക്കൽ സമരത്തിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇവർ നടത്തിയ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, അത് ഡൽഹിയിലാണ് നടത്തേണ്ടത്. കൂടാതെ വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്രത്തിന് കൊടുത്തയക്കണം. മാത്രമല്ല ഈ സമരത്തിൽ BJPയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് അദ്ദേഹം ഒരു കത്ത് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ അതിന് മറുപടി ലഭിച്ചിട്ടില്ലെന്നും അതിനുവേണ്ടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളോടൊപ്പം സമരസമിതി നേതാവുണ്ട് എസ്മിയും. ഈ വി ശിവൻകുട്ടിയുടെ തൊഴിൽ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ മുറിച്ച മുടി കേന്ദ്രത്തിൽ അയച്ചു കൊടുക്കണമെന്നാണ്. എന്താണ് ഇതിൽ പറയാനുള്ളത്? സത്യത്തിൽ വളരെ കഷ്ടമുണ്ട് അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന്. ഞങ്ങളെ സംബന്ധിച്ച് ഈ മുടി കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനത്തിനും കൂടെ അവകാശപ്പെട്ടതാണ്. 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നാണല്ലോ സ്ഥിരം പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് അർഹതയുണ്ട്, സംസ്ഥാനത്തിനും അർഹതയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുള്ളത്, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നത്? വിദ്യാർത്ഥികൾ എന്താണ് ഇദ്ദേഹത്തെ പഠിക്കേണ്ടുന്നത്? അപ്പോൾ ഇതാണോ അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങേറ്റം മ്ലേച്ഛകരമാണ് ഇത്തരം അഭിപ്രായങ്ങൾ. ഇതുപോലുള്ള കാര്യങ്ങൾ ഈ മന്ത്രിമാർ അവസാനിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് മുതിർന്ന ആളുകൾ പുലർത്തേണ്ടുന്ന മര്യാദ വാക്കുകളിലും പ്രവൃത്തികളിലും പുലർത്താൻ അവർ അതീവ ശ്രദ്ധാലുക്കളാകേണ്ടുന്നൊരു വളരെ ഒരു അടിയന്തര സാഹചര്യം കൂടിയാണത്. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അവർ പിൻവലിക്കണം. തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചു എന്ന് പറഞ്ഞിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രിക്കായിരുന്നു കത്തയച്ചിരുന്നത്. അതിന് മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വന്നിരുന്നു. ഇവർ വഴി സമ്മർദ്ദം ചെലുത്തി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മന്ത്രി പറയുന്നു. അക്കാര്യത്തിൽ എന്താണ് ഒരു പ്രതികരണം? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണം. കത്തയക്കുന്നത് നല്ല കാര്യമാണ്, തൊഴിലാളികളായിട്ട് അംഗീകരിക്കട്ടെ. ഞങ്ങൾ സമരസമിതിക്ക് ഞങ്ങളിവിടെ വരുന്ന മുഴുവൻ ആളുകളോടും, അത് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളോടും ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതാണ് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടിക്കുള്ള മറുപടി. അദ്ദേഹത്തിന്റെ വിമർശനത്തിനുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി മാന്യമായ ഭാഷയിലായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് അവർ നടത്തുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ എന്തായാലും അല്പം മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനെതിരെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനത്തിനും അർഹതപ്പെട്ടതാണ് ഈ മുടി എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ അവർക്ക് വലിയ വിഷമമുണ്ട്. തൊഴിൽ മന്ത്രി മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരുന്നുകൂടെ എന്നുള്ളൊരു ഇതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിനു മുൻപും അദ്ദേഹം ഈ രീതിയിൽ ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധം, അതിനെതിരെ അവരിത് ചർച്ച ചെയ്ത് തൊഴിൽ മന്ത്രിയോടല്ലേ ചർച്ച ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല, ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അതിനെതിരെ അവരുടെ പ്രതിഷേധം അവർ അറിയിക്കുന്നു.